ഗൈസ് എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ഡിഷ് ഞാനൊരു സ്പെഷ്യൽ ഡിഷാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഡിഷാണ്. അതിൻ്റെ ഡിഷിൻ്റെ പേരാണ് ചിക്കൻ ഫ്രാങ്കൈസി. അങ്ങനെ പറയാം, ഫ്രാങ്കൈസി എന്ന് പറയാം, പല രീതിയിൽ അത് പ്രൊണൗൺസ് ചെയ്യാം. ആക്ച്വലി ഈ ഡിഷിൻ്റെ ഡിഷ് എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ, ഫ്രഞ്ച്, ഒരു അമേരിക്കൻ എല്ലാം ഒരു ഇൻഫ്ലുവൻസ് ഉള്ള ഡിഷാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിലും കൂടി ഇതിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡിഷിൽ ആക്ച്വലി മെയിൻലി ഞാൻ യൂസ് ചെയ്യുന്നത് ചിക്കനിലെ ഈ ബ്രസ്റ്റ് പാർട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിങ്ങനെ ബട്ടർഫ്ലൈ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് എഗ്ഗും ബട്ടറും കുറച്ച് സീസണിങ് ഒക്കെ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് പാനിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റൈലിലൊരു ഫ്രൈഡ് റൈസും അതിൻ്റെ കൂടെ പിന്നെ ഒരു ക്രീം ബേസ്ഡ് വൈറ്റ് സോസ് ഉണ്ട്. അപ്പോൾ അതാണ് ആ ഡിഷിൻ്റെ. അതിൻ്റെ പേരാണ് ചിക്കൻ ഫ്രാങ്കൈസി. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ കറക്റ്റ് അല്ലെങ്കിൽ എന്നെ അറിയിക്കുക. അപ്പോൾ ആ രീതിയിലാണ് ആ ഡിഷ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഡിഷിലേക്ക് പോവാം. ഫുൾ ചിക്കൻ ഇരിപ്പുണ്ട്. ഞാൻ ഫുൾ ചിക്കൻ മേടിക്കാൻ കാരണം ഞാൻ ചിക്കൻ പ്രോപ്പറായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഇതും കൂടി കാണിക്കാൻ വേണ്ടിയാണ്. കടയിൽ നമുക്ക് കട്ട് ചെയ്ത് കിട്ടും. പക്ഷേ ഇപ്പോൾ സപ്പോസ് വീട്ടിൽ നിങ്ങളൊരു അൽഫാമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബാർബിക്യൂ ഡിഷൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ രീതിയിൽ പ്രോപ്പറായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ തുടങ്ങാം അല്ലേ. ഇതിപ്പോൾ നമ്മുടെ തൈസ് പാർട്ട്, ലെഗും ഉണ്ട്, വിങ്സ്, ബ്രസ്റ്റ്. അപ്പോൾ ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ട്. ആ ജോയിൻ്റ് വെച്ച് നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. ഈസിയായിട്ട് കട്ട് ചെയ്ത് വരും. ഇതാണ് ഇത്ര വരുന്നുള്ളൂ, ഒരു പീസ് വരുന്നുണ്ട്. അപ്പോൾ ആ പീസിനെ നമുക്ക് ഒന്നും കൂടി തൈസും ലെഗുമായിട്ട് സെപ്പറേറ്റ് ചെയ്യാം. ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ട്. ആ ജോയിൻ്റ് ഫീൽ ചെയ്യുക. ജസ്റ്റ് ഇത്രേ ഉള്ളൂ, ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. കട്ട് ലെഗ് കിട്ടും, തൈസും ഉണ്ട് മാറ്റിയിട്ട്. അതുകൊണ്ട് ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ട്. ജോയിൻ്റ് നോക്കിയിട്ട് ഇതിൻ്റെ ബ്രസ്റ്റ് പാർട്ടുണ്ട്. നമുക്ക് ഒട്ടും ഫ്ലഷ് ഇതാവാണ്ട് ആ രീതിയിൽ കൊണ്ടുപോകാം. ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ട്. രണ്ട് ബ്രസ്റ്റ് പിടിച്ച് വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ട്. ബാക്കി ഈ പാർട്സ് നമുക്ക് സ്റ്റോക്കിനോ ബാക്കി എന്തെങ്കിലും കാര്യത്തിനും ഉപയോഗിക്കും. അപ്പോൾ കാശ് ഇത് നമ്മുടെ ചിക്കൻ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് ഒരു ബട്ടർഫ്ലൈ കട്ട് ചെയ്ത് വെക്കണം. ഒരു ചെറിയ ചിക്കനാണ്, അതുകൊണ്ട് ഈ ഒരു സൈസിലാണ് സാധനം കിട്ടിയിരിക്കുന്നത്.
നമുക്ക് ചിക്കനില്ല മാരിനേറ്റ് ചെയ്യാം. ആക്ച്വലി എഗ്ഗ് ഞാൻ നല്ലോണം ബീറ്റ് ചെയ്യും, പിന്നെ കുറച്ച് കൊറിയാൻഡർ ഇടും. ആക്ച്വലി പാഴ്സലി എന്ന് പറഞ്ഞ സാധനം ഇടുന്നത് അത് നമ്മൾക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ കൊറിയാൻഡർ ഉപയോഗിക്കുക, അപ്പോൾ നമ്മൾ ഇന്ത്യൻ ടച്ച് വരട്ടെ. പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇടുന്നുണ്ട് അതിനകത്ത്, പിന്നെ സോൾട്ട് ആൻഡ് പേപ്പർ. അപ്പോൾ അതാണ് ഞാൻ ആക്ച്വലി ഇടുന്നത്. ആക്ച്വലി ഇതിനകത്ത് പാർമേസൻ ചീസും കൂടി ഇതിനകത്ത് ഇടും, പക്ഷേ ഇപ്പോൾ പാർമേസൻ ചീസ് എനിക്ക് കിട്ടാൻ അവൈലബിൾ കിട്ടിയില്ല, അതുകൊണ്ട് അത് ഞാൻ അവോയ്ഡ് ചെയ്യുക. അല്ലാണ്ട് നമുക്ക് നമ്മുടെ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയാൽ എങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മാരിനേഷനിൽ കിടക്കാം. ചിക്കൻ മസാല കേട്ടോ, കുറച്ച് സോൾട്ട് പേപ്പർ ഓൾറെഡി ചിക്കൻ ഇട്ടിട്ടുണ്ട്, കുറച്ചും കൂടെ ഇടാം. ഇങ്ങനെയെല്ലാം നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ശരിക്കും ആ പാർമേസൻ ചീസ് മിസ് ചെയ്യുന്നുണ്ട്. ഞാനൊന്ന് മാക്സിമം ട്രൈ ചെയ്ത് കിട്ടിയില്ല. ഞാനിപ്പോൾ ഒരു എന്താ പറയുക, നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ഫ്രൈഡ് റൈസിൽ ഞാനിപ്പോൾ എന്താ പറയുക, നമ്മൾ ക്യാപ്സിക്കം ഇല്ലേ, ക്യാപ്സിക്കം ഒണിയനും പിന്നെ സെലറിയൊക്കെ യൂസ് ചെയ്തത്. ആക്ച്വലി ക്യാരറ്റോ ക്യാബേജോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. എനിവേ ഇത് വെച്ചിട്ട് നമുക്ക് ഡിഫറെൻ്റ് ഒരു ടേസ്റ്റ് ഫ്ലേവർ നമുക്ക് നോക്കാം. അവിടെ നമ്മുടെ തീ അല്ല ഹൈ ഫ്ലെയിം ആയിരിക്കണം. എനിക്ക് ഓണിയനാണോ, ഓണിയൻ ഇട്ടു. നമ്മുടെ ഈ ക്യാപ്സിക്കം ഉണ്ടല്ലോ പല കളേഴ്സ്, നല്ല കളർഫുൾ ആയിരിക്കട്ടെ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴേക്കും ശരിക്കും എപ്പോഴും ഫ്ലെയിം നല്ല ഹൈയിലിരിക്കട്ടെ. ബിക്കോസ് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഏകദേശം ഒരു 50% ഒക്കെ മാക്സിമം കുക്കായി വരും. ഞാൻ കുറച്ചത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ല ചോപ്പ് ചെയ്തതാണ് ജിഞ്ചർ ഗാർലിക്. ഇതിപ്പോൾ ഞാൻ ഒരു പോർഷൻ ഉണ്ടാക്കുന്നുള്ളൂ, ജസ്റ്റ് ഒരു 1 പോർഷൻ്റെ ഒരു ക്വാണ്ടിറ്റിയാണ്. പിന്നെ സെലറി ഇടാം. ഇങ്ങനെ പെട്ടെന്ന് പോട്ടെ, ഇല്ലെങ്കിൽ കൂടുതൽ ഇത് കുക്കായി സോഗിയായി പോകും. നമുക്ക് നമ്മുടെ റൈസും ഈ വെജിറ്റബിൾസൊക്കെ എന്താ പറയുക ഒരു ക്രിസ്പി രീതിയിലിരിക്കട്ടെ. പിന്നെ ഇതേ നമുക്ക് എഗ്ഗ് ആഡ് ചെയ്യാം. ബീറ്റ് ചെയ്ത എഗ്ഗില്ല, മുട്ട കുറച്ച് ആഡ് ചെയ്യാം. ഒരു പോർഷൻ എടുക്കുന്നുള്ളൂ. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇച്ചിരി ഉപ്പും കുരുമുളകിന് ഒരു കുറവുണ്ടാവും, അതിനിടയ്ക്ക് നമുക്കത് ആഡ് ചെയ്യാം. ഞാൻ സോസിൽ ഓൾറെഡി വേറെ ഉപ്പ് ഇടുന്നുണ്ട്, നമ്മൾ കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ. കുറച്ച് സോൾട്ട് പെപ്പർ ഇരിക്കട്ടെ. വീട്ടിലുണ്ടാക്കി ജസ്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കഴിച്ചത് ഓൾമോസ്റ്റ് സെറ്റ് വരുന്നു. നമുക്ക് റൈസ് ആഡ് ചെയ്യാം. എല്ലാം പെട്ടെന്നായിരിക്കണം. ഇതിന് ഇത്രയും ഈ ഒരു പോർഷൻ മതി കേട്ടോ.
സോട്ട ചെയ്തേക്കാം. സോട്ട എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്ന സംഭവമാണ് സോട്ട എന്ന് പറയും. ഒരു ഫ്രഞ്ച് ടേമാണ് സോട്ട, SAUTE. നമ്മുടെ ബ്രെഡ് ക്രംസ് റെഡിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ അങ്ങോട്ട് എടുത്തിടാം. ഇത് നേരത്തെ എഗ്ഗിൽ കോട്ട് ചെയ്തതാണ്, എഗ്ഗും ബാക്കി സ്പൈസസും. ഓക്കെ, നല്ലപോലെ കോട്ടിയിട്ട് ഒരു ഗ്യാപ്പ് പോലും വിടില്ല. ഗ്യാപ്പ് വിട്ട് കഴിഞ്ഞാൽ നമ്മളത് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് എണ്ണയെല്ലാം അതിനകത്ത് കയറി ഇത് ശരിയാത്തില്ല. നല്ലപോലെ കോട്ട് ചെയ്യണം കേട്ടോ. ഈ കൈ നിങ്ങൾ നമ്മൾ സോസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കൈ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ കയ്യിലെല്ലാം കൂടി ബ്രെഡ് ക്രംസ് ഇരുന്ന് വരുമ്പോൾ അത് അളിഞ്ഞ് ഇതാക്കി കഴിക്കും കേട്ടോ. ഗായ്സ്, നമുക്ക് സോസിലേക്ക് പോവാം. അതിന് മുമ്പ് നമുക്ക് ചിക്കന് മാരിനേറ്റ് വെച്ച് ചിക്കനില്ല, അതിന് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അതിന് തീ കൊടുക്കാം. അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് അത് പാൻ ചൂടാകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ടേക്കാം. നല്ല രീതിയിൽ എടുക്കുന്നുണ്ട് ബട്ടർ, കുറച്ചല്ല കേട്ടോ, നമ്മൾ മുക്കി പൊരിച്ചെടുക്കുകയാണ്. ബട്ടർ ഓയിൽ ഒഴിച്ച് വെച്ചേക്കാം. ഇവനൊന്ന് മെൽറ്റായി ഇവർ വരട്ടെ, നല്ല രീതിയിൽ ഒഴിച്ചു വെക്കാം. കാരണം ചിക്കൻ മുങ്ങി പൊരിയണം, നല്ല ക്രിസ്പി ആയിരിക്കണം സംഭവം. ഇവനങ്ങ് സെറ്റാണ്. അപ്പോൾ നമ്മുടെ ചിക്കനെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ഓൾമോസ്റ്റ് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇത് പതുക്കെ ഇവനെ ഇങ്ങനെ പൊക്കിയെടുത്ത് ഇതുണ്ടോ എക്സസ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കളഞ്ഞു മാറ്റി കളഞ്ഞു. അത് ഇങ്ങനെയാണ് എടുത്ത് കേട്ടോ. ബാക്കി അപ്പോൾ ഒരു സൈഡ് ആവട്ടെ, അതായത് നമുക്ക് തിരിച്ച് സൈഡിലേക്ക് വരാം. തീ ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇരിക്കട്ടെ കേട്ടോ. ഇപ്പം അപ്പോൾ ഗായ്സ് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം, കുറച്ചും കൂടെ ആവാനുണ്ട്. ഓൾമോസ്റ്റ് ലൈക്ക് ഇത്ര ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇരിക്കട്ടെ, അത് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ട് നല്ല ടെക്സ്ചർ ഇരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒരു മാക്സിമം എന്താ പറയുക, ഒരു 1.5 minutes ഒക്കെ മതി. എൻ്റെ ഒരു കാൽക്കുലേഷൻ അങ്ങനെയാണ്, 1.5 minutes മതി. ബിക്കോസ് ബ്രസ്റ്റ് പീസ് അല്ലേ, പെട്ടെന്ന് കുക്ക് ആയിക്കോളും. അപ്പോൾ നമുക്ക് അവനെ മുക്കി പൊരിച്ചെടുത്ത ചിക്കനെ നമുക്ക് എടുക്കാം. ഇത് നോക്കി നല്ല രസമല്ല നോക്കി. ജസ്റ്റ് ചെറിയ കൊറിയാണ്ടറിൻ്റെ ഒരു ഇതും ചിക്കൻ എന്താ പറയുക നേരത്തെ പൊരിച്ച് വെച്ചിട്ടുണ്ടോ. ഇനി നമുക്ക് സോസ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അത് സെയിം ഇതിൻ്റെ പ്രൊസീജിയർ. പാൻ ഓട്ടാക്കുക, പിന്നെ കുറച്ച് ബട്ടർ ഇടുക, പിന്നെ കുറച്ച് ഗാർലിക് ഇടാം അതിൻ്റെ കൂടെ തന്നെ. ബട്ടർ ബേണായി പോകേണ്ട നോക്കിക്കോണം. തീ കുറച്ചൊരു മീഡിയം ഹീറ്റ് ഇരിക്കട്ടെ. ഇനി വേറൊരു ഇൻഗ്രീഡിയൻ്റ് നമ്മുടെ ലെമൺ ഒന്ന് ആഡ് ചെയ്തേക്കാം. നല്ല രീതിയിൽ ജ്യൂസ് ഇരിക്കട്ടെ. കാരണം ഇത് ചിക്കൻ ഒരു നല്ല ലെമണി എന്താ പറയുക, ഒരു സ്വീറ്റ് ആ ഒരു ടേസ്റ്റ് വരിക. ബ്രെഡ് ക്രംസിൻ്റെ സ്വീറ്റ്നെസ് ഉണ്ട്, പിന്നെ ലെമണിൻ്റെ പുളിപ്പും, പിന്നെ നമ്മുടെ ഫ്രൈഡ് റൈസും ഒരു കുരു അങ്ങോട്ട് നിന്നു. ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ചു ഒന്ന് ഇതാക്കാം. അതിൻ്റെ കൂടെ ഞാൻ ചിക്കൻ സ്റ്റോക്ക് ഇടുന്നുണ്ട്. ആക്ച്വലി ഇത് മാഗിയുടെ സോസാണ്, ചിക്കൻ സ്റ്റോക്ക്. വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് എന്താ പറയുക ചിക്കനൊക്കെ വെറുതെ വേസ്റ്റാക്കി കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ചെയ്തത്. ചിക്കൻ സ്റ്റോക്ക് ഇട്ടു. ഇനി അവനെ നല്ലോണം എന്താ പറയുക നല്ലോണം മിക്സ് ചെയ്ത് കുഴഞ്ഞ് നല്ലോണം ഒന്ന് റെഡ്യൂസ് ചെയ്ത് എന്ന് വെച്ചാൽ ഒന്ന് തിക്കായിക്കോട്ടെ.
നമുക്ക് കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ഉണ്ട്, കളർഫുൾ ആയിക്കോട്ടെ. ഇനി നമുക്ക് കുറച്ച് ക്രീം ആഡ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം നല്ല കുറഞ്ഞിരിക്കട്ടോ. സോസ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് നല്ലപോലെ തിക്കാക്കി എടുക്കാം കേട്ടോ. തിക്കാക്കി എടുക്കാം. ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ വെച്ച് ഇതിൽ ബ്രെഡ് ക്രംസ്, ചിക്കൻ, അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറും കൂടി എല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് കോമ്പിനേഷൻ ആയിട്ട്. പിന്നെ അത് ഉപ്പിടണം നോക്കുക, കാരണം മാഗിയിൽ നമ്മുടെ മാഗി സ്റ്റോക്ക് അതിനകത്ത് ഓൾറെഡി ഉപ്പും എല്ലാം ഉണ്ട്. സോ ഉപ്പ് ഓൾവേസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഗൈസ് റേറ്റിംഗ് ഉണ്ടല്ലോ. ഇനിയിപ്പോ എന്നെയാണല്ലോ ഇഷ്ടമാണ്, ഞാൻ കഴിക്കാനായിട്ട് എന്നെ കൊതിയായിട്ട് നിൽക്കുവാണ്, എനിക്ക് കഴിക്കണം. ഓക്കെ, എനിക്ക് അങ്ങനെ വലിയ രീതിയിൽ അറിയാനായിട്ട് അങ്ങനെ ഞാനങ്ങനെ കട്ട് ചെയ്ത് കഴിച്ചിട്ടൊന്നും ഇല്ല. അല്ല, എൻ്റെ രീതിക്ക് ഞാൻ കഴിക്കുക. റൈസും ചിക്കനും ആ സോസും വരുന്നില്ലല്ലോ. എത്തായാലും കുറച്ച് റൈസ് ഇരിപ്പുണ്ട് തന്നെയാണ്. എന്താ ഫീൽ ചെയ്യുന്നത്? ഈ ടെക്സ്ചർ എന്ന് പറഞ്ഞ സംഭവം എന്താ അറിയോ? ചിക്കൻ ഇഷ്ടപ്പെട്ടു. ചിക്കൻ നല്ലപോലെ കുക്ക് ആയിട്ടുണ്ട്. ഒരുമിച്ചാണ് കഴിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. റൈസ് ഒന്ന് ടേസ്റ്റ് ചെയ്യും. ഇഷ്ടപ്പെട്ടു, റൈസ് ഇഷ്ടപ്പെട്ടു. ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. എടാ, ഞാൻ ലെഫ്റ്റ് സൈഡിലാണ് നൈഫ് പിടിക്കുന്നത്. ഓൾമോസ്റ്റ് കട്ട് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ കുത്തി പിടിക്കുക, ഇങ്ങനെ കട്ട് ചെയ്യുക. രസമുണ്ട്. നല്ല ക്രിസ്പി ടെക്സ്ചർ കിട്ടുന്നുണ്ട്. നമ്മുടെ മറ്റേ കോട്ടിങ് ഇട്ട് ഫ്രൈ ചെയ്തുണ്ട്. പിന്നെ സോസും റൈസും നല്ല പെർഫെക്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ ഡെസേർട്ട് ഡിഷ് കാണാൻ വേണ്ടി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ ക്ലോസ് ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു നല്ല അടിപൊളി ഡിഷായിട്ട് ഞങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ബൈ ബൈ.